നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ അവധിക്കാലത്ത് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു 1.5 മാസം കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയങ്ങൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്നിനെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അതിൽ ആദ്യം ഫസ്റ്റ് തന്നെ പറയാൻ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ചെറിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും. ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കണം എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനത്തിൽ എന്തിന് നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ആദ്യം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടു. നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ. എന്താ ഡാൻസിന്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാലോ. അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താനും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക, അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടി ഒരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കും. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഒരു ഏകീകൃത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും പലപ്പോഴും നടക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രവർത്തനം, അത് സൂമ ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ കായികക്ഷമതയുമായി ബന്ധപ്പെട്ടും കൊണ്ടുള്ള ഏതെങ്കിലും ഒരു കലാപ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളോ നടത്തുന്നത് വളരെ നല്ലതാണ്. കുട്ടികളിൽ ഒരുപാട് എനർജി ഉണ്ട്. ആ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുക തന്നെ വേണം. അങ്ങനെ അവരിലുണ്ടാകുന്ന എനർജി വേസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും കൂടി ഉതകുന്നതാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇത് മാസത്തിൽ ഒരു തവണ നടത്തേണ്ട ഒന്നല്ല, എല്ലാ ദിവസങ്ങളിലും ഒരു നിശ്ചിത സമയം ഇട്ടിട്ട് ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ അധ്യാപകർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു വിഷയം നമുക്ക് ഏറ്റെടുക്കാം. വിദ്യാലയത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഈ ഒരു പുതിയ വർഷത്തേക്കുള്ള പുതിയ ചില ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി കുറച്ച് ദിവസം ചർച്ച ചെയ്യാം.